എൻ്റെ 1.5 വർഷത്തെ കാത്തിരിപ്പിന് ഇന്നൊരു അവസാനമാണ് കേട്ടോ. ഒരുപാട് വെയിറ്റ് ചെയ്തൊരു ദിവസമാണെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞ് ചളാക്കുന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എൻ്റെ പല്ലിൻ്റെ വാർപ്പിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആ കമ്പി വേലി അഴിക്കാനായിട്ട് നമ്മൾ ഒറ്റപ്പാലത്തുള്ള SKS ഡെൻ്റൽ ലോഞ്ചിലാണ് പോകുന്നത്. ഞാൻ മന്ത്ലി ഇവിടെ തന്നെയാണ് വരാറുള്ളത്. നല്ലൊരു ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി എനിക്ക് സെൽഫീസിൽ 32 പല്ലും കാണിച്ച് ചിരിക്കാം. പിന്നെ ചിക്കനൊക്കെ കടിച്ച് പറിച്ച് തിന്നാം. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ ഒരു സന്തോഷവും നാണവും എല്ലാം കൂടി ഒരു കൊളാബറേഷൻ ആയിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞാനും ഏട്ടും ഭയങ്കര ക്യൂട്ട് കപ്പിൾസ് ആണെന്നൊക്കെ. പക്ഷെ വെറും തെറ്റിദ്ധാരണയാണ്. ഇപ്പം കണ്ടില്ലേ, ഇതുപോലെ ഡെയിലി ഒരു ഫ്രണ്ട്ലി മാച്ച് എപ്പോഴും നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫ്രണ്ട്ലി മാച്ച് ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഫ്രണ്ട്ലി മാച്ച് കൈ കൊടുത്ത് അവസാനിപ്പിച്ച് നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. അതിനു മുന്നേ എൻ്റെ പല്ലിൻ്റെ ലുക്ക് എല്ലാവർക്കും ഒന്ന് കാണണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. അപ്പോൾ 1.5 വർഷമായിട്ട് നമ്മുടെ വീഡിയോസിലെല്ലാം ആ ഒരു ബ്രേസസ് ഇട്ടൊരു പല്ലായിട്ടായിരിക്കും നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നുണ്ടാവുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുതന്നെയാണ്, ഫുഡ് കഴിക്കാൻ തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം തന്നെ വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് നൂറിലോട്ടാണ് കേട്ടോ മന്തി കഴിക്കാൻ. അപ്പോൾ എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ഹണി അൽഫാമാണ് ഞാൻ പറഞ്ഞത്. ഏട്ടൻ ബാർബിക്യൂ പറഞ്ഞു, ശ്രീകുട്ടൻ നൂറ സ്പെഷ്യലാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ചിക്കൻ കാടിച്ച് പാറിച്ച് തിന്നു. പിന്നെ ഞങ്ങൾ പോയത് എൻ്റെ വാച്ചസ് റിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. ഈ വാച്ചിൻ്റെ സൈസ് കുറയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ സ്ട്രാപ്പ് മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രീൻ കളറാണ് കേട്ടോ ചൂസ് ചെയ്തത്. അപ്പോൾ ഈ 2 വാച്ചസും എങ്ങനെയുണ്ടെന്ന് പറയണേ. അതിനുശേഷം ഭയങ്കര ദാഹമായതുകൊണ്ട് വാണിയംകുളത്തുള്ള നറുനീണ്ടി സർബത്ത് കുടിക്കാനാണ് കേട്ടോ പോയത്. ഈ നറുനീണ്ടി എന്നുള്ളൊരു പേര് കേൾക്കുന്ന തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഈ ഒരു സൈഡിലോട്ട് വന്നതിന് ശേഷം കേട്ടോ. പാലക്കാട് ഈ ഒരു പേര് ഞാൻ കേട്ടിട്ട് പോലുമില്ല, ഇതിൻ്റെ രുചി ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷേ ഈ ഒരു സാധനം ഭയങ്കര സംഭവമാണ് ഗൈസ്. ഈ ഒരു ചൂട് കാലത്ത് അത്രയും റിഫ്രഷിങ് ആക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്ത നമ്മൾ പാലക്കാട്ടുകാർ മസ്റ്റ് ട്രൈ ആണ്. അത്രയും അടിപൊളിയാണ്. പാലക്കാട് സിന്ധു കുൾബാർ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത ഫേവറേറ്റ് സ്പോട്ട് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ഉറപ്പായും ട്രൈ ചെയ്യുക. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോട്ടെ.